അയ്യോ ഞാൻ മറന്നുപോയി. ടാ, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്സ് ബൈ രേവതി. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സേഫായിട്ട് സെക്യൂർ ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സേഫാണ്, ഹാപ്പിയാണ്, നന്നായിട്ടൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഏറ്റവും കൂടുതൽ ഗേൾസ് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സ് ടൈമിലെ ക്രാംസ് ആണ്. നമുക്ക് ലൈക്ക് അത് പണ്ടൊക്കെ അതിനെക്കുറിച്ച് പുറത്ത് പറയാനൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഓക്വേർഡ് ഫീൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഭയങ്കരമായിട്ട് അത് നോർമലൈസ് ചെയ്ത് ജനറലൈസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഴയ ഒരു ജനറേഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബോയ്സൊക്കെ തന്നെയാണെങ്കിലും കുറേ കൂടെ അതിനെക്കുറിച്ചൊക്കെ അവെയറാണ്. ഈ ഒരു കാര്യം വന്നിട്ട് ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് തന്നെ ബോയ്സിൻ്റെ സൈഡിൽ നിന്നും ആ ഒരു എന്താ പറയുക ഇൻട്രാക്ഷൻസ് ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അതുപോലെയൊക്കെ അവർ നമ്മളെ ഒരു പെയിൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൈമിൽ നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ മൂഡ് സ്വിങ്സ്, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ്, കണ്ടീഷൻസ് എല്ലാം അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഒക്കെ അതിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സോ പീരീഡ്സ് ക്രാംസ് വരുന്ന ടൈമിൽ നമുക്ക് കൂടുതലും അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, കൂടുതലും അതിന് എന്താ പറയുക നമ്മൾ ടാബ്ലറ്റ്സ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം എടുക്കുകയാണെങ്കിൽ തന്നെ അതേതെങ്കിലും ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോട് കൂടി അതിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻ കേസ് അത് ഫ്യൂച്ചറിൽ, ഇൻ കേസ് എന്നല്ല ഫ്യൂച്ചറിൽ അത് നമ്മളെ ലൈക്ക് ഹാംഫുള്ളായിട്ട് ബാധിക്കും. സോ ക്രാംസ് വരുന്ന ടൈമിൽ കൂടുതലും നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ കുടിക്കുക, അങ്ങനെയുള്ള കുറച്ച് ഹോം റെമഡീസ് തന്നെയായിരിക്കും നമ്മൾ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഇടയ്ക്ക് ട്രെൻഡിങ്ങിൽ ലൈക്ക് ഹോട്ട് ബാഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹോട്ട് ബാഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും ലൈക്ക് ഒരു സിലിക്കോണിൻ്റെ ഒരു ബാഗ് വന്നിട്ട് അതിൽ നമ്മൾ ഹോട്ട് വാട്ടർ ഒഴിച്ച് അതിനെ ഇങ്ങനെ നമ്മൾ ലൈക്ക് ക്രാംസ് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ വയറിൽ അല്ലെങ്കിൽ നടുക്ക് വേദന എടുക്കുമ്പോഴത്തേക്കിനും അങ്ങനെ വെക്കലൊക്കെയാണ് നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഒരു ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഇപ്പം നമ്മൾ വെള്ളം ഭയങ്കരമായിട്ട് തിളപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പം ബേൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ആ ഒരു ചൂട് കൂടിപ്പോയാലും പ്രശ്നമാണ്, അതുപോലെ തന്നെ ചൂട് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അത് കുറേ നേരത്തേക്കൊന്നും നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് ഓട്ടോമാറ്റിക്കലി എന്താണ് ആ ഒരു വാട്ടർ കൂൾ ഡൗൺ ആവും. നമുക്ക് വീണ്ടും അത് നമ്മൾ എന്താണ് റീഫിൽ ചെയ്യണം. അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതിനുശേഷം ആ ഹോട്ട് ബാഗിൽ തന്നെ ലൈക്ക് ഇലക്ട്രിക്കലായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതും എല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവാം. ഓക്കെ, ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ അധികം ക്രാംസ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. ഇടയ്ക്കൊക്കെ ഉള്ളൂ എനിക്ക് ആ ഒരു പെയിൻ ആണെങ്കിൽ തന്നെ വരുന്നത്. ആ ഒരു കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡ് ആണ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാനൊരു പുതിയ പ്രോഡക്റ്റ് കണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊള്ളാം, ഒന്ന് യൂസ് ചെയ്ത് നോക്കണം എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്ന കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ആക്ച്വലി പർച്ചേസ് ചെയ്യാൻ ഇടയായത്. എൻ്റെ ഫ്രണ്ട് സൊണാലി പുള്ളിക്കാരിയാണ് ഫസ്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്ത് കണ്ടത്. ആക്ച്വലി ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് പ്രോഡക്റ്റ്. ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അയ്യോ ഞാൻ മറന്നുപോയി. ഈ സാധനം മസ്റ്റാണല്ലോ ഗേൾസിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ. ഓഫ് കോഴ്സ് ഗൈസ്, ഇതും ഞാൻ ടെമ്മിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്, ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സോ ഇത് എന്താണ് സ്മാർട്ട് വാം പാലസ് ബെൽറ്റ്, അതാണ് ഇതിൻ്റെ കമ്പനിയുടെ പേരോ അതോ ഈ പ്രോഡക്റ്റിൻ്റെ പേരോ എന്തോ വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു കേബിൾ വരുന്നുണ്ട്. സോ പ്രോഡക്റ്റ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ, കുഞ്ഞിക്ക പ്രോഡക്റ്റാണ്. സോ ഗൈസ്, ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇലാസ്റ്റിക് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബെൽറ്റാണ് വരുന്നത്. ഇതിൽ തന്നെ ലോക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ലോക്കിംഗ് ഹെഡ് വരുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ ഹിപ്പിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ പോർഷനിലായിട്ടാണ് ഇത് ലോക്ക് ചെയ്യേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്വിച്ച് കണ്ടോ ഇവിടെ, ഈ സ്വിച്ചിൽ നമുക്ക് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ ലോങ് ആയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇറക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് നമുക്കൊരു 3 സ്വിച്ചസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒന്ന് വന്നിട്ട് ഓൺ ചെയ്യാനുള്ളതും ഓഫ് ചെയ്യാനുള്ളതുമായിട്ടുള്ള സ്വിച്ചാണ്. നമ്മളിവിടെ ഓൺ ചെയ്തു. ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ കത്തും. അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത് നമുക്കിതിൻ്റെ മോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ സ്വിച്ചുണ്ട്. അതിൽ ഓക്കെ, ഇത് വന്നിട്ട് ഒക്കെ ഒരു വൈബ്രേറ്റിംഗ് ഇതാണ് കേട്ടോ. ഇത് നമുക്കൊരു വൈബ്രേഷൻ തരാം. നല്ല ക്രാംസ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഒരു സുഖമായിരിക്കും. ഓ മൈ ഗോഷ്, കൊള്ളാം കേട്ടോ ഇത്. ഓക്കെ, ഇതിൻ്റെ ലെവൽസ് മാറ്റാൻ പറ്റും കേട്ടോ. ഈ ഒരു വൈബ്രേഷൻ്റേത് 1 2 3 4 എന്നുള്ള രീതിക്ക് നമുക്ക് 4 രീതിയിലത്തേക്ക് നമുക്കിതിൻ്റെ ഇത് മാറ്റാൻ പറ്റും. അത് അതേ സ്വിച്ചിൽ തന്നെ അമർത്തി കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഓഫും ആവും കേട്ടോ. കൊള്ളാം, നല്ല പ്രോഡക്റ്റ് ആണല്ലോ ദൈവമേ.
പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക് സ്വിച്ചും കൂടെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇതിൽ പെയിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ആ ഒരു ഹീറ്റ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തോളും. പിന്നെ ഹീറ്റ് മാറുന്നിട്ട് നമുക്കൊരു ആ ഒരു ഹീറ്റ് മതി എന്ന് തോന്നുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു ഇതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റ് ലോക്കാവും, ആ ഒരു ഹീറ്റ് തന്നെ കണ്ടിന്യൂ ആവും. ഓക്കെ, സോ ഇതാണ് പ്രോഡക്റ്റ്. ഇപ്പം തന്നെ അതേ ചെറിയൊരു ഹോട്ട് അതിൽ നിന്ന് വരുന്നുണ്ട്. കൊള്ളാം. ഓക്കെ, നമുക്കിപ്പോൾ ബാക്ക് പെയിനും കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റൊമക്ക് ഏക്കിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനതൊന്ന് ജസ്റ്റ് വെച്ച് കാണിച്ചു തരാമേ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴും നമുക്കിത് പോർട്ടബിൾ ആയതുകൊണ്ട് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. സോ ഗേൾസ് മസ്റ്റ് ട്രൈ ദിസ് എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം എങ്ങനെ നോക്കിയാലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ, വർത്താണ് ഈ ഒരു സാധനം. കാരണം അധികം സ്പേസ് കണ്ടത് ഇത്ര സ്പേസേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു കയ്യിലെ കുഞ്ഞു കൈയുടെ, എൻ്റെ കൈ തന്നെ ഭയങ്കര ചെറുതാണ്, ആ കയ്യിലെ ഈ ഒരു അളവിനേ ഉള്ളൂ ഇത്. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗിൽ തന്നെ നമുക്ക് കൊണ്ടു നടക്കാം. എനിക്ക് ഒന്ന് വേണമെങ്കിൽ നമ്മുടെ അത്യാവശ്യം കുറച്ച് വലിയ വലിപ്പമുള്ളൊരു ബാഗി പാൻറ്റിലാണെങ്കിൽ നമുക്കിതേ പോക്കറ്റിൽ തന്നെ കൊണ്ട് നടക്കാം. കാണുന്നുണ്ട്, പോക്കറ്റിലാണ് വെച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു അതെ സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ വലിപ്പം തന്നെ ഉള്ളൂ. സീരിയസ്ലി അതെ, ഒരു ഫോണിൻ്റെ വലിപ്പമേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എന്തായിരുന്നാലും ഒന്ന് നിങ്ങളുടെ എന്താ പറയുക, ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലെ അതിൽ കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ എല്ലാം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ബേസിസിലായിരിക്കും ഞാൻ കൂടുതലും സംസാരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പോസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ പ്രോഡക്റ്റ് റിവ്യൂ ഇതാണ്. എന്തായിരുന്നാലും ഇനി ഒരു 2-3 ദിവസത്തിനകത്ത് എനിക്ക് പീരീഡ്സ് വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി എനിക്ക് ക്രാംസ് വരുവാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കൂടുതൽ റിവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഈസ് ദി പ്രോഡക്റ്റ്. ഇതിൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സോ അടുത്ത ഇൻഫർമേറ്റീവ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ടോ എന്തെങ്കിലും ക്യൂട്ട് തിങ്സ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കൈ കിട്ടുന്ന നിങ്ങളുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ അത് അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. പിന്നെ മറക്കാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെയൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളും എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കാരണം നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരുമാണ് എൻ്റെ നാളത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇന്ന് തരുന്ന സപ്പോർട്ടായിരിക്കും എനിക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്രചോദനം തരുന്നത്. ഞാൻ കുറേ നാൾ മുന്നേ ചാനൽ തുടങ്ങിയതാണെങ്കിലും എനിക്കൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് മൈ ബാഡ് സിറ്റുവേഷൻസ്. ഇപ്പോഴും സിറ്റുവേഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നിരുന്നാലും ലൈക്ക് ഐ ആം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു കീപ് ദ കൺസിസ്റ്റൻസി ആൻഡ് ഗിവ് മോർ വീഡിയോസ് ടു യു ഗൈസ്. പിന്നെ പുറത്ത് പോകാനും കൂടുതൽ പുറലോകമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാനുള്ളൊരു സാഹചര്യം നിലവിലില്ലാത്തത് കൊണ്ടാണ് ഈ 4 ചുവരിനുള്ളിൽ ഈ കഥവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിന്നുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഒരുപാട് പേര് കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ഒന്ന് പറയുമ്പോഴത്തേക്കിനും ഓക്കെ ശരി, ഞാൻ ഇടുന്ന എഫേർട്ടിന് കുറച്ചെങ്കിലും ലൈക്ക് എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കിനും സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതൊന്നും നമുക്ക് ഇൻട്രാക്ഷൻസ് ഒന്നും കിട്ടില്ല എന്നറിയാം. പോകെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു ഹോപ്പ് കൈവിടാതെ ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് ഗൈസ്. സോ എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കും ഒപ്പം ഇനി ചേരാൻ പോകുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. Ta-da, bye-bye, see you. This is me, Revati, signing off from Talks and Walks by Revati.